ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നൊരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു മഴയുള്ള വൈകുന്നേരമാണ് ഞങ്ങൾ ബർത്ത്ഡേക്ക് പോകുന്നത്. എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു കുഞ്ഞു ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളിന്ന് ബർത്ത്ഡേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്ക് ഇന്ന് 2 വയസ്സാണ്. ധൃതിക്കുട്ടി എന്നാണ് പേര്. കുഞ്ഞീന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കും. വൈകിട്ട് 7 മണിക്കാണ് കേക്ക് കട്ടിങ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കേക്കിന് ഓർഡർ എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും വിഷ്ണുവും കൂടെ പോയി കേക്ക് എടുത്തിട്ട് വരാമെന്ന് കരുതി. നെടുമങ്ങാട് കേക്ക് വേൾഡിലാണ് കേക്കിന് ഓർഡർ എടുത്തത്. നല്ല സൂപ്പർ കേക്കാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും കേക്കൊക്കെ എടുത്ത് തിരിച്ചെത്തിയപ്പോഴേക്കും ഓരോരുത്തരെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതൊരു ആഘോഷവും കംപ്ലീറ്റ് ആകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് നേരം നമ്മൾ അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ആ ദിവസം എൻജോയ് ചെയ്യുമ്പോഴല്ലേ. എന്തായാലും ഞങ്ങൾ ഈ ബർത്ത്ഡേക്ക് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നാൽ പിന്നെ അടുത്ത മെയിൻ കലാപരിപാടിയിലേക്ക് കടക്കാം. എന്തായിരിക്കും? കേക്ക് കട്ടിങ്. കുഞ്ഞുവാവയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണവും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കേക്ക് വന്നപ്പോൾ ആൾ ഉഷാറായി. അപ്പോൾ കുട്ടികളെല്ലാവരും ചുറ്റും നിന്നു. അങ്ങനെ കുഞ്ഞി പെണ്ണ് കേക്ക് കട്ട് ചെയ്ത് സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഒരു കുഞ്ഞു കേക്കെങ്കിലും മേടിച്ച് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷവും ചുറ്റും നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന സന്തോഷവും ഒന്ന് വേറെ തന്നെ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് ശേഷം ഈ ബാക്കി വന്ന കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത് മതി വരാതെ പിണങ്ങി നിന്ന കുഞ്ഞി പെണ്ണിന് ഒരു പാത്രത്തിൽ കുറച്ച് കേക്ക് വെച്ചു ഹാപ്പിയാക്കി. പിന്നെ നേരെ ഞങ്ങൾ കിച്ചണിൽ പോയി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഞാനും വിഷ്ണുവും കൂടെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ മെനു വന്നിട്ട് ബീഫും ചിക്കനും റൈസും അപ്പവും പൊറോട്ടയും ഐസ്ക്രീമും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്നവർക്കൊക്കെ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് ഞങ്ങൾ ഹാർവസ്റ്റിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഹാർവസ്റ്റിൽ ഫുഡ് പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾക്കിടയിൽ കുട്ടികളെല്ലാവരും ഒരു സൈഡിൽ കളിയും ചിരിയുമായി. കുഞ്ഞിയുടെ ഉറക്കം എവിടെയോ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ പേര് കൂട്ടം കൂടി അവിടെ എവിടെയൊക്കെ നിന്ന് വർത്താനം പറച്ചിലായി. കുറച്ച് പേര് ഫുഡ് കഴിക്കലായി. ആകെ മൊത്തത്തിൽ എല്ലാവരും ഹാപ്പിയായിരുന്നു. ഒരു പായസത്തിൻ്റെ കൂടെ കുറവുണ്ടായിരുന്നെന്ന് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. പോകാൻ പോയവരെ കൂടെ പിടിച്ചു നിർത്തി കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എത്ര കാര്യം പറഞ്ഞാലും മതി വരാത്ത കൂട്ടങ്ങളാണ് ഞങ്ങൾ കുറച്ച് പേര്. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞു അവരുമൊക്കെ വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നെന്ന്. പിന്നെ അവരെയൊക്കെ യാത്രയാക്കി. കുഞ്ഞിപ്പെണ്ണും വന്നു. കുഞ്ഞിപ്പെണ്ണിന് ടാറ്റയൊക്കെ കൊടുത്തു. അവരെല്ലാവരും പോകാനായിട്ട് ഇറങ്ങി. സത്യം പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും കൂടുതൽ പാർട്ടികൾ എൻജോയ് ചെയ്യുന്നത് കൊച്ചു കുട്ടികളാണ് കേട്ടോ. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കല്യാണിക്കുട്ടിയാണെങ്കിൽ വീട്ടിലെപ്പോഴും ഒറ്റയ്ക്കാണല്ലോ. ഇതുപോലെ പുറത്തു പോകുമ്പോൾ പിള്ളേരെയൊക്കെ കാണുമ്പോൾ അവളും ഭയങ്കര സന്തോഷമാണ്. ആകെ മൊത്തം കുട്ടികളെല്ലാവരും കളിയും ചിരിയും ഒക്കെയായി. ലാസ്റ്റാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഞങ്ങൾക്കും പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല രാത്രിയായി. എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ്. ആ ബാക്കിൽ നിൽക്കുന്ന 2 പേര് രാഹുലിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരെ എനിക്ക് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.